ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ചെറിയ നമ്മുടെ കൊച്ചു വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ദുഃഖശനി, എല്ലാവരും ദുഃഖത്തിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥനയിലും ഒക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവാണ്. എല്ലാവർക്കും അറിയാം ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാനിതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാറില്ല. പണ്ടൊക്കെ മഞ്ഞൾപ്പൊടി ഇടുമായിരുന്നു, ഇപ്പം മഞ്ഞൾപ്പൊടി ഇടാറില്ല. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയുടെ കളറില്ലാത്തത് കേട്ടോ. സാധാരണ ഉപ്പുമാവാണ്. ഇതിനകത്ത് കുറച്ച് ബീൻസും സവാളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കടുകും എണ്ണയും പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഇത് മാത്രം ഇട്ടിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പാലാണ്. പിള്ളേർക്ക് പാൽ കൊടുക്കാനും പിന്നെ ഞങ്ങൾക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പാലുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് നിങ്ങൾക്കൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ ദൈവം അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഓഫാണ്, ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. പിള്ളേർക്കും ഹോളിഡേയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പിള്ളേരും എൻജോയ് ചെയ്യുന്നു, TV കാണുന്നു, ലാപ്ടോപ്പ് കാണുന്നു, കളിക്കുന്നു, മൊബൈലിൻ്റെ കൂടെ കളിക്കുന്നു. പിന്നെ നമ്മൾ പണ്ട് മുതലേ ചെറുപ്പത്തിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ ചെറുപ്പകാലം മുതൽ നമ്മൾ ദുഃഖവള്ളി മെയിനായിട്ട് ദുഃഖവള്ളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഗാഗുൽത്താമല. അപ്പോൾ ആ പാട്ട് അല്ലേ എപ്പോഴും നമുക്ക് ദുഃഖവള്ളിക്ക് മാത്രം കേൾക്കുന്നൊരു പാട്ടാണ് ഈ ഗാഗുൽത്താമലയിൽ നിന്നുള്ള. അപ്പോൾ അതെനിക്ക് 2 വരി പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ല കേട്ടോ. എനിക്ക് ഒരാഗ്രഹം വന്നുകൊണ്ട് ഞാൻ പാടുന്നു. അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സങ്കടമാണ് അല്ലേ. യേശുക്രിസ്തു മരിക്കാൻ പോകുന്നതിൻ്റെ ഒക്കെ ഒരു സങ്കടം. പിന്നെ നമ്മൾ ആ ദുഃഖവള്ളിയുടെ ആ ഒരു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ആ സമയം, അതെല്ലാം ഈ പാട്ടിനകത്ത് നമ്മൾ ശരിക്കും നമ്മൾ മുഴുകിപ്പോവും അല്ലേ. നാളെ അങ്ങനെ ഈസ്റ്റർ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും നമ്മൾ വിശ്വസിക്കുന്ന ദിവസം അല്ലേ. അപ്പോൾ എല്ലാവരും ഈസ്റ്ററൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആ പാട്ടൊന്ന് പാടാവേ. അപ്പം എനിക്ക് ആ പാട്ട് ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ല, പക്ഷെ എനിക്ക് ആ പാട്ട് പാടണമെന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പാടുന്നു. അപ്പോൾ ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പഴവും പിന്നെ അതിൻ്റെ കൂടെ ഉപ്പുമാവും കുറച്ച് പഞ്ചസാരയും വെതിർത്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി കോഫി കുടിക്കുമ്പോൾ നമുക്കൊരു ഉണർവാണ് അല്ലേ. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ്, UK വന്നതിന് ശേഷമാണ് കോഫി ഇങ്ങനെ കൂടുതലായിട്ട് ഞങ്ങൾ കുടിക്കാൻ തുടങ്ങിയത്. കോഫി കുടിക്കുമ്പോൾ എനിക്കൊരു നല്ലൊരു എനർജറ്റിക് ആകാറുണ്ട് കേട്ടോ. അപ്പോൾ കോഫി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇച്ചായൻ ഇരുന്ന് കോഫിയും നമ്മുടെ ഉപ്പാവും ഒക്കെ അടിപൊളിയായിട്ട് അടിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? പഞ്ചസാരയും പഴവും ഈ ഉലകത്തിൽ എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റാണ്. ഉപ്പാവിന് മാത്രം ടേസ്റ്റ് ഇല്ലെന്നാണോ ഇച്ചായൻ പറയുന്നത്? നല്ല ഉപ്പാവ് അല്ലേ, നല്ല ടേസ്റ്റ് ഉപ്പാവല്ലോ. നല്ല കറിവേപ്പിലൊക്കെ മാറ്റി വെക്കും. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊരി കേട്ടു, ഏവമെന്നെ ക്രൂശിലേറ്റുവാ, അപരാധമിന്തു ഞാൻ ചെയ്തു, ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊരി കേട്ടു, ഏവമെന്നെ ക്രൂശിലേറ്റുവാ, അപരാധമെന്തു ഞാൻ ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.